ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു നല്ല സീനറി ആയിട്ടൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്. കുറേ നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ചാനൽ മറന്നിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കില്ലാതില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ പുറത്തോട്ട് പോവാണ്. ഒരു പാർസൽ വന്നിട്ടിട്ടു, അത് മേടിക്കാനായിട്ട് പുറത്തോട്ട് പോവാണ് കേട്ടോ. പുറത്ത് പോയിട്ട് ഞാൻ സാധനം മേടിച്ചിട്ട് വരുന്ന വഴിക്ക് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോകുമ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് കരുതി. ഈന്തപ്പനകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഞാൻ ടെലവീവിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് റോസ്മേരി ചെടികൾ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ റോസ്മേരിയുടെ ഇങ്ങനെ കൊലകൊലയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഈ സൈഡിൽ കാണുന്നതെല്ലാം റോസ്മേരിയാണ്. ഇപ്പോൾ ഞാൻ ആ പാർസൽ മേടിച്ചിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യം പേഷ്യൻറ്റിനുള്ള ആഹാരം ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ചോറാണ് വെക്കുന്നത്. ചോറെന്ന് പറയുമ്പോൾ നമ്മളുടെ പോലെ സാധാരണ ചോറല്ല, നമ്മളുടെ ബസുമതി അരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മമ്മ അതാ കഴിക്കുക. അപ്പോൾ ബസുമതി അരി ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അരി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിക്കും. എന്നിട്ട് നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അത് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് അവർ കഴിക്കുക. നമ്മളൊക്കെ ഊറ്റിക്കളയത്തില്ലേ. അപ്പോൾ ഇവിടെ ഉള്ളവരത് ഊറ്റാറില്ല, അതങ്ങനെ വറ്റിച്ചെടുക്കും. ഇപ്പോൾ വെള്ളം ഒഴിച്ച് ഞാനത് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ കുറച്ച് അയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അയില ഫാനാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി അവിടുത്തെ അടുക്കള ടൂറ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുക്കള ടൂറായിട്ടല്ല, എന്നാലും ഒരു ചെറിയ പോർഷൻസൊക്കെ കാണിക്കാം. ഇപ്പോൾ പുറത്തുള്ള പോലെ തന്നെ നമ്മുടെ നാടുകളിലും ഓരോരുത്തരും വീട് പണിയുമ്പം പുതുതായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. സെയിം ഇതേപോലത്തെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ള വീടുകളിലെല്ലാം ഓരോരുത്തരും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഷെൽഫുകൾ ഓരോന്നായിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഷെൽഫിലും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ മിക്സിയാണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ വെച്ചേക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സിയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കും. പിന്നെ ഈ ഒരു പോർഷനിലെന്ന് പറയുമ്പം താഴത്ത് നമ്മൾ കുപ്പി എണ്ണ ഐറ്റംസ് ഇല്ലേ, എണ്ണ. പിന്നെ ഇവിടെ ആകുമ്പം അവർ ആറാക്ക് ഈ വൈനൊക്കെ ഉണ്ട് താഴെ അങ്ങനെ വെച്ചിരിക്കുന്നു. മേലെ ഇങ്ങനെ കുറച്ച് നമ്മൾ സ്നാക്സൊക്കെ വയ്ക്കുന്ന കവറുകൾ, പിന്നെ വേസ്റ്റ് ഇടുന്ന കവറ്, അങ്ങനത്തെ ഈ അലുമിനിയം ഫോയിൽ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ മേലെ. താഴെ താണ്ടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഫുള്ള് ഷെൽഫാണ് കേട്ടോ. പുറത്തൊന്നും കാണത്തില്ല. ജസ്റ്റ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കഴുകി പുറത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും പുറത്തിങ്ങനെ വെക്കാറില്ല. ഇപ്പം നമ്മുടെ നാടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഒരു പോർഷൻ ഞാൻ കാണിക്കുന്നത്. ഇവിടെ എൻ്റെ സാധനങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. അരിയും മസാലാസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ വെച്ചിരിക്കുന്നത് അത്യാവശ്യം എടുക്കേണ്ട ഷുഗറും കാപ്പിപ്പൊടി അങ്ങനത്തെ അത്യാവശ്യം തേയില കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ സൈഡിലും സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഇവിടെ അരി തിളച്ചു, പിന്നെ അത് വെന്തിട്ടോ. ഞാൻ മൊത്തം വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് പേഷ്യൻറ്റിനുള്ളതാണ് കേട്ടോ. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കഴിക്കാനല്ല, 2-3 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും അവർ കഴിച്ച് തീർക്കുക. അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കലാപരിപാടികളിലേക്ക് ഞാൻ കിടക്കുവാണ്. ഒന്ന് കറി ഉണ്ടാക്കണം. ഫസ്റ്റ് തന്നെ ഒന്ന് മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. മോരുകറിയും അയലക്കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഉണ്ടാക്കണ്ട. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്നും പറയുന്നില്ല, റെസിപ്പീസ് ഒന്നും പറയുന്നില്ല. എന്നാലും ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ടു, പൊട്ടി, പിന്നെ ഉലുവ ഇട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടിട്ട് ആ മോരുകറിക്ക് ഞാനിടുന്നത് പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഞാൻ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഈ അരിഞ്ഞു വെച്ച അത്രയും സാധനങ്ങൾ നമ്മൾ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കളറിനിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എൻ്റെ മോരുകറി ഈസി ആയിട്ടുള്ള മോരുകറി ഇതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സ് പോലെ നിങ്ങളുണ്ടാക്കുക. ഇത് റെസിപ്പി അല്ലല്ലോ, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുറച്ചൊരു
എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എരിവ് കുറവായതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വറ്റൽമുളകെല്ലാം ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ കരുതും, പക്ഷെ അതിലൊന്നും ഒട്ടും എരിവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ അത് മോര് കറിക്കൊരു ഡിഫറെൻറ്റ് കളറും ആവും. പിന്നെ ഇവിടുത്തെ തൈര് ഇങ്ങനെയാണ് ഉണ്ടാവുക, പലതരത്തിലുണ്ട് കേട്ടോ. ഈ കാർട്ടൂൺ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിലാണ് പാൽ ഐറ്റംസും ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ തൈര്, പക്ഷെ നമ്മൾ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക. ഞാൻ ഈ ഒരു കൊഴുപ്പ് കുറഞ്ഞൊരു തൈരാണ് മേടിച്ചത് കേട്ടോ. എന്നിട്ട് നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു, അതേപടി ഒഴിച്ചു. പിന്നെ തന്നെ അതിൽ കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കുലുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വെന്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ തിളക്കണ്ടല്ലോ, തിളയ്ക്കാതെ തന്നെ നമ്മൾ മാറ്റി വയ്ക്കും. അപ്പോഴത്തേക്ക് അതൊന്ന് കട്ടിയായി കിട്ടും കേട്ടോ. അപ്പോൾ തിളയ്ക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ കാരണം അത് പിരിഞ്ഞ പോലെ ഇരിക്കുമല്ലോ, പാല് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ നേരത്തെ ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട്, കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഞാൻ അതൊന്ന് ഓഫാക്കി മാറ്റി വെച്ചു. പിന്നെ വേറൊരു പാത്രം വച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ മീൻ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ ഒരംഗം പോലെ കരുതി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് മസാല തയ്യാറാക്കാനുള്ള ഇതെല്ലാം ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടാറില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വയറിന് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരുപാട് മസാലാസ് ഒന്നും ഇങ്ങനെ വാരി വലിച്ചിടാൻ പറ്റത്തില്ല. അപ്പം ലഘുവായിട്ടാണ് കുറച്ച് മസാല ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും പുളിവെള്ളം എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ തക്കാളി പിന്നെയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇനിയിപ്പോൾ മീൻ കൂടെ ഇട്ട്, എനിക്ക് കുറച്ച് മുരിങ്ങക്കായ കിട്ടിയായിരുന്നു കേട്ടോ. മുരിങ്ങക്കായ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഇത്, ഇവിടെ കിട്ടാൻ ഭയങ്കര സുലഭമായിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ ഞാൻ അവിടെ മീനൊക്കെ ഇട്ട് മുരിങ്ങക്ക ഇട്ട് കറി അവിടെ വെച്ചിട്ടുണ്ട്. അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കറി തുറന്ന് നോക്കുന്നുണ്ട്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അയിലയും മുരിങ്ങക്കായയും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മുരിങ്ങക്കായിട്ട് കറി ഉണ്ടാക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഈ ഒരു കറി ഇങ്ങനെ മുരിങ്ങക്കായ ഇട്ട് ഉള്ള കറി ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. മോരുകറിയും അയലക്കറിയും ചോറും ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഇനി ഒന്നും കൂടെ പുറത്ത് പോകാനുണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ഒന്ന് പറയൂ കേട്ടോ. അപ്പോഴാണല്ലോ നമുക്ക് എന്താണ് നമ്മളുടെ മിസ്റ്റേക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ മുരിങ്ങക്കായൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പുറത്തോട്ട് വന്നു. ഇതെപ്പോഴും നിങ്ങൾ കൂടുതൽ വീഡിയോയിലും കണ്ടിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. അവിടെ ഇപ്പം ഈ ഒരു തരത്തിലുള്ള ഈ കളർ പൂവ്, ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള കളർ പൂവ് വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ പുല്ല് പോലത്തെ ഒരു ചെടിയാണ്, അതിലിങ്ങനെ പൂവ് വളർന്നു നിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ വീടിൻ്റെ താഴെയുള്ള പാർക്ക്, വീടിൻ്റെ താഴെയുള്ളതല്ല, നേരത്തെ ഞാൻ കാണിച്ച ആ പാർക്ക് തന്നെ ഈ ഒരു ഉണ്ട പോലത്തെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ടോ? പണ്ട് എൻ്റെ അടുത്ത് കുറേ പിള്ളേർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.